നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ കണ്ട വളരെ ദുഃഖകരമായ ഒരു കാഴ്ച ചെയ്തും കേട്ടോ. ഇതൊരു ബസ്സാണ്, സ്ലീപ്പർ ബസ്സല്ലേ. ഇത്തിരി മൊത്തം കത്തിപ്പോയല്ലേ? മൊത്തം കത്തി, ഇരുമ്പ് മാത്രമേ ഉള്ളൂ. ആ, റോഡിൽ നിന്ന് ഇങ്ങനെ ക്രെയിന് വലിച്ച് മാറ്റിയിട്ടേക്കുന്നത്. ആ, ഈ ഭായിയോട് ചോദിച്ചോ പറഞ്ഞ ആൾക്കാർക്കൊന്നും പറ്റിയില്ലെന്നാ പറഞ്ഞത്. പറ്റിയില്ലെന്ന് പറഞ്ഞു. എന്നാന്ന് 2 കിലോമീറ്റർ അപ്പുറം നിന്ന് വണ്ടി തീ പിടിച്ചു ആ, ഷോർട്ടായിട്ട്. അതറിഞ്ഞില്ല. വെളുപ്പിന് 3 മണിക്കാ എല്ലാവരും കിടന്ന് ഉറങ്ങമൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ അങ്ങോട്ട് വേറെ വണ്ടിക്കാർ കയറി വന്നിട്ട് പറഞ്ഞു ഇവിടെ നിർത്തി ആൾക്കാരെല്ലാം ഇറങ്ങി. എന്നിട്ടാ മൊത്തം കത്തുന്നത്. മാലയൊക്കെ അതേ കൂടെ കിടക്കുന്നുണ്ട്. വെപ്രാളം കാരണം എല്ലാവരും വെറുതെ പിടിച്ച് ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴേ അതായിരിക്കും. ആൾക്കാർക്കൊന്നും പറ്റിയില്ല, അതന്നെ ഭാഗ്യം. വയറിങ് ഷോർട്ടായതാന്നാ പറഞ്ഞത്. കൂടുതലും ഇങ്ങനെ ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന എല്ലാം അങ്ങനെ തന്നെയാ. അവിടെയാ അതുണ്ടോ, അവിടുന്ന് വന്ന വണ്ടിയാ. ഇതുണ്ടോ ഈ മരമെല്ലാം കത്തി വെക്കുന്നുണ്ടോ? ഇവിടെ നിന്നാ വണ്ടി കത്തിയത്. എനിക്ക് തോന്നുന്നു തീർത്ഥാടകരുടെ വണ്ടിയാന്ന് തോന്നുന്നു. അത് ഈ മാല, ഇത് ഈ പേഴ്സിനകത്തെല്ലാം മാലയാ. അതെ അല്ലേ? ഈ വീട് കണ്ടോ, നമ്മുടെ പണ്ടത്തെ കേരള സ്റ്റൈൽ ഒരു വീടല്ലേ? അതെ അതെ. കടുവ മാത്രമല്ല, പുള്ളിപ്പുലിയുണ്ട് കണ്ടോ. അങ്ങോട്ട് നോക്കിയാൽ താഴോട്ട് നോക്കി എന്ത് പനയാ നിൽക്കുന്നുണ്ടോ? അതെ, താഴോട്ട് എന്നാന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഫോറസ്റ്റിന്റെ എന്തെങ്കിലും ഓഫീസുകൾ വല്ലതും ആയിരിക്കും തോന്നുന്നു. ബോർഡ് കണ്ടിട്ട് അങ്ങനെ തോന്നേ. പക്ഷേ പിന്നെ എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇംഗ്ലീഷ് പോലും ഇല്ല, ഗുജറാത്തിയാണ് മാത്രമേ ഉള്ളൂ. നമ്മുടെ അവിടുത്തെ കൂട്ടെ പന ഇതേ ഇഷ്ടം പോലെ നിൽക്കുന്നു താഴോട്ട് കേട്ടോ. ഇത് ചെത്തുന്നൊന്നുമില്ലെന്ന് തോന്നുന്നില്ലേ ആരും? ഇവിടെ ചെത്തുന്നൊന്നുമില്ലെന്ന് തോന്നുന്നു. അതെ, ആ നിൽക്കുന്ന ആരാന്ന് നോക്കിയേ. വാ പോയേക്കാം, കഴുവായൊക്കെയാ. ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന സാധനം അതൊരു പാഷനാ. ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ഡ്രൈവിംഗ് എടുത്തായിരിക്കും. അതെ, എല്ലാരെ കൊണ്ട് സാധിക്കുന്നുമില്ല, അത് വേറൊരു കാര്യം. പഠിക്കാനും വണ്ടി ഓടിക്കാനും ഒക്കെ എല്ലാവർക്കും മനസ്സിൽ പേടിയുള്ളവർക്കാണെങ്കിൽ പോലും ഒരു ഭയങ്കര ഒരു ആഗ്രഹം, ഒരു ഇഷ്ടം ഉണ്ടല്ലോ. പിന്നെ ഒരാൾ വണ്ടി ഓടിക്കുന്ന പോലെ അല്ല വേറൊരാൾ ഓടിക്കുന്നത്. നമ്മളിപ്പം പഠിച്ചിറങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും വണ്ടി കൊണ്ടു നടക്കുന്ന കാണുമ്പോഴേ ഓരോരുത്തരെയും ഓരോ രീതിയാ. ചിലര് വണ്ടി കൊണ്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊതി തോന്നും, എന്നാ ഈസി ആയിട്ടാ പോകുന്നതന്നെ. ഐ പഠിക്കാൻ പോയതൊക്കെ വലിയ കഥയാണ്. 3-4 കൂട്ടുകാരുണ്ടേ. പ്ലസ് 2 ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മുണ്ടക്കത്ത് വന്ന് നിൽക്കുക. അപ്പൊ അതിലൊരുത്തൻ മാത്രം ഒരു ബുക്ക് ഒക്കെ ആയിട്ടാ വന്നേ. അപ്പൊ അവനോട് ചോദിച്ചു, നീ എവിടെ പോകുന്നത്? ഞാൻ നാളെ തൊട്ട് ITA പഠിക്കാൻ പോവാന്ന്. അപ്പൊ എല്ലാവർക്കും ഈ വണ്ടിയുടെ ഇതിനോട് ഭയങ്കര ഒരു ക്രേസ് ഉള്ള സമയമാണല്ലോ. അപ്പൊ നമ്മൾ അവനോട് ചോദിച്ചു, എന്നാ നീ പഠിക്കാൻ പോകുന്നത്? ഞാൻ ഓട്ടോമൊബൈലാന്നത്. അന്നാ ഞങ്ങളും പോരുവന്നത്. ഞങ്ങൾ 4 പേരും കൂടെ പോയി അഡ്മിഷൻ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ ക്ലാസ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായി ഇത് ഒത്തിരി വരയ്ക്കാനും ഒക്കെ ഉണ്ടെന്നേ. നമുക്ക് വല്ലതും വരയ്ക്കാൻ, നമ്മൾ നേരെ ഒരു വരയിട്ടാൽ പോലും അത് വളഞ്ഞു പോവുള്ളൂ. അത് നമ്മൾ എങ്ങനെ വരച്ച് ശരിയാക്കാനത്? അന്നേരം കൂട്ടുകാരൻ വരയ്ക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ വരച്ചാൽ ഒന്നും പേടിക്കണ്ടെന്ന് പറയും. അപ്പൊ അവന്റെ ധൈര്യത്തിൽ നമ്മള് പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോവാ. പിന്നെ അവസാനമായപ്പോലെ മനസ്സിലായി 5-6 റെക്കോർഡും എല്ലാം വരയ്ക്കാനേ ഉള്ളൂ. ഇവന്റെ തീർത്തിട്ട് നമ്മുടെ വരയ്ക്കാനുള്ള നേരം കിട്ടത്. ഭയങ്കര ദുരിത കാലം വരുന്നത്. പൈസ കൊടുത്തൊക്കെ വരപ്പിച്ച് ഒരു തരത്തിൽ തീർത്തെടുത്തത്. ഞാനടുത്ത് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്നത്. ഇല്ലില്ല, നിർത്തിയില്ല, കംപ്ലീറ്റ് ആക്കി. നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് കംപ്ലീറ്റ് ആക്കും. പിന്നെ ഒരു കുറച്ച് നാൾ അതിന്റെ പുറകെ നടന്നു, പിന്നെ അത് വിട്ട് വേറെ പരിപാടിക്ക് പോയി. അങ്ങനെ ഇല്ലി വരെ ഉണങ്ങി നിൽക്കുക അല്ലേ, ചൂട് കാരണേ. അതെ, പകല് നല്ല ചൂട് കേട്ടോ. മഹാരാഷ്ട്രയെക്കാട്ടി കൂടുതൽ ചൂട് ഗുജറാത്തിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു, നല്ല അല്ലേ? സീസൺ നോക്കി വരണം. 4 ലൈൻ ഒന്നും അല്ലാത്തോണ്ടേ ഗ്രാമപ്രദേശത്തോട് തന്നെയല്ലേ പോകുന്നത്. അതുകൊണ്ട് നല്ല രസമുണ്ട്. ഇവിടുന്ന് ഒരു ചെറിയ പശുക്കിടാവിനെ മേടിച്ചോണ്ട് പോയാലും പൊക്കം കുറഞ്ഞായിട്ട്. അതെ, പുറയിലത്തെ ബോക്സിനകത്തോട്ട് കയറ്റിയാലോ? ബോക്സിൽ കയറില്ല, നമുക്ക് അതിനെ എങ്ങനെയും കൊണ്ടുപോകാൻ. ചെറുതാണെങ്കിൽ അതിനകത്ത് വല്ലതും കയറിക്കൊണ്ട് പോവാം. നാട്ടിൽ കൊണ്ട് വളർത്തായിരുന്നു, മറ്റേ കുഞ്ഞായിട്ടില്ലേ, വെച്ചൂർ പശു എന്തെങ്കിലും മറ്റേ വലിയ പൊക്കം വെക്കാനത്. എന്നാ വെച്ചാൽ എല്ലാവർക്കും നോക്കാൻ പാടല്ലേ. ആന്റിക്ക് കൊടുക്കാനാണോ പശുവിനെ? വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ ആളുണ്ട്. അച്ഛമ്മ പറഞ്ഞാലേ, അച്ഛമ്മ ഏട്ടായിട്ട് പറഞ്ഞു നിന്റെ ഭാര്യക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ കുഞ്ഞാന്റെ അടുത്തോട്ട് കൊണ്ടുവന്ന കുഞ്ഞാന്റിക്ക് അത് പറയാനും പറ്റത്തില്ല, ഇവന് ഭാര്യയില്ലല്ലോ. പിന്നെ അങ്ങനെ ഇല്ലെന്ന്, വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കിക്കോളൂ. എന്നാ വെച്ചാൽ നമ്മള് പശുവിനെയൊക്കെ വളർത്തിയിട്ടേ നമ്മള് നഷ്ടം കാരണം കൊടുത്തതാ. കാര്യം എന്താ വെച്ചാൽ 10 ലിറ്റർ പാല് കിട്ടിയാലും മുതലാകിയല്ല. നമ്മള് പശുവിനെ അതുപോലെ നോക്കുന്നത്. മറ്റേ ഈ കടയിൽ നിന്ന് പിണ്ണാക്കും മറ്റേ ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ടേ നമുക്ക് എപ്പോഴും ചെലവ് കൂടുതലാ. അതുകൊണ്ടാ പരിപാടി നിർത്തിയത്. കഴിഞ്ഞ പൈസ അങ്ങോട്ട് പോവാ. പിന്നെ ഈ സാധനത്തിന്റെ സ്നേഹം കാരണമേ ഇതിനെ നമുക്ക് കൊടുക്കാനും തോന്നുന്നില്ല. ഭയങ്കര സ്നേഹം. വീട്ടിലൊരു പശു ഉണ്ടായിട്ട് അതിനൊരു കുഞ്ഞുണ്ടായി. അത് അവന്റെ ഒച്ച, ഉണ്ണിയുടെ ഒച്ചേ റോഡിൽ കേൾക്കുമ്പോ ആ സാധനം ഇവിടെ കൂട്ടിനകത്ത് നിന്ന് മൂളാൻ തുടങ്ങുമായിരുന്നു. അതുപോലെ സ്നേഹമായി സാധനത്തിന്. നമ്മളെ വീട്ടിൽ വളർത്തുന്നേ മിക്ക എല്ലാ മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാ. 啊 നമ്മൾ അത് വളർത്തി കഴിഞ്ഞാൽ അതിന്റെ സ്നേഹം കാരണം നമുക്ക് കൊടുക്കാൻ തോന്നത്തില്ല. 啊 പിന്നെ 啊 നമ്മൾ അത് വളർത്തി കഴിഞ്ഞാൽ അതിന്റെ സ്നേഹം കാരണം നമുക്ക് കൊടുക്കാൻ തോന്നത്തില്ല.
നമ്മളെ ഇന്നാളെ ഗിരീഷേട്ടനോട് കുറെ മുയലിനെ മേടിച്ച് വളർത്തിയില്ലായിരുന്നു. എന്നിട്ട് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായില്ലായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ എന്നിട്ട് ഗാർഡനകത്തോടെ പിള്ളേരോട് കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. പിന്നെ അതിനെ കൊടുക്കാൻ നേരം പിള്ളേർക്കും ഭയങ്കര സങ്കടം. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഒന്നിനെ വളർത്തുന്നില്ല. വളർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഇതിനോട്ട് പിന്നെ നമുക്കൊരു അറ്റാച്ച്മെന്റ് ആയി പോകും. കൊറോണയുടെ സമയത്താ മൊത്തം ഡോറായെ മേടിച്ചത്. അതിനെ മേടിച്ചിട്ട് വളർത്തി കഴിഞ്ഞ് ചെന്നേരം 1 മാസം ഉള്ളായിരുന്നല്ലോ നമ്മള് മേടിക്കുമ്പോൾ. അതിനെ വളർത്തിയിട്ട് കൊടുത്തിട്ട് ഇപ്പോഴും മുത്തിന് സങ്കടമാണ്. മുത്തിന് അതിന് ഏറ്റവും ഇഷ്ടവും മുത്തിനോടായിരുന്നു. അടുത്ത വീട്ടിലാ കൊടുത്തേ ജെയിംസ് ചേട്ടൻ്റെ അടുത്ത്. അതെന്നിട്ട് അവിടുന്ന് കണ്ണ് തെറ്റുമ്പോഴേ അവിടുന്ന് ഓടി വീട്ടിൽ വരുമായിരുന്നു. എന്നാ സ്നേഹം വന്ന് ഓടി വന്ന് മുത്തിന്റെ മേത്തോട്ടാ കയറുന്നത്. ആ ഡോറ ലാബായിരുന്നു. ലാബ് നമ്മളിട്ട പേരാ ഡോറാന്ന്, പിള്ളേരിട്ടതാ. ഇതിപ്പോ തീരുമെന്ന് വിചാരിച്ചിട്ടേ തീരുന്നില്ല. അടുത്ത മല കയറുക. മൈലേജ് ഇല്ലെന്ന് എന്നോട് തന്നെ പറഞ്ഞേക്കില്ല കേട്ടോ. അല്ല അതല്ല, വഴിയിൽ ഇപ്പൊ കയറ്റിറക്കാണല്ലോ ഇപ്പൊ ഡ്രൈവർമാരെന്നെ ചെയ്യാൻ പറ്റും. പിന്നെ കുഴപ്പമില്ലല്ലേ. ഇതെന്നാ ഒരു മുതുകയറ്റോ അല്ലേ ഇത്? ഒരു കയറ്റം കയറി ഇറങ്ങി, അടുത്ത കയറ്റം കയറി ഇറങ്ങി. വേറെ കാര്യങ്ങളുണ്ട്. 21 ടണ്ണായിട്ട് ഇതാ ഗതി. അതെ അതെ അതെ, 25 കൂടെ ഉണ്ടായിരുന്നു. വേറൊരു കാര്യമുണ്ട് കേട്ടോ. എന്തായാലും ഡ്രൈവിംഗ് പഠിച്ച ഒരു മോശം കാര്യമായിട്ട് കാണാനേ പറ്റുന്നില്ല. അതൊരിക്കലും അല്ല, ഡ്രൈവിംഗ് പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും സ്ഥലങ്ങളും ഇതുമെല്ലാം വന്ന് കാണിച്ച് നടക്കുമോ? ഒരു ഡ്രൈവർ ആണെന്നെങ്കിൽ അഭിമാനിക്കുക. നമുക്ക് അഭിമാനം ഉള്ളൂ എല്ലാ കാര്യത്തിലും. അതുകൊണ്ടല്ലേ നമ്മളെപ്പോഴും പറയുന്നേ, എന്ത് പണിക്ക് പോയാലും നമ്മള് ഒരു ദിവസമെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഏതെങ്കിലും ഒരു വണ്ടിയൊക്കെ എടുക്കും. ഇതെനിക്ക് തോന്നുന്നത് പണ്ടത്തെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു തോന്നുന്നല്ലോ. അതെ അതെ അതെ, പണ്ടത്തെ ബോർഡർ ചെക്ക് പോസ്റ്റ് ആയിരുന്നു കേട്ടോ. അതല്ലേ ആറ്റ ചെക്ക് പോസ്റ്റ് ഒന്നുണ്ട് അവിടെ. എല്ലാം നിർത്തിപ്പോയി. അല്ലെങ്കിൽ നിർത്തിയിട്ട് ഒത്തിരി ആയെന്ന് തോന്നുന്നു. ഒത്തിരി ഇതുണ്ടല്ലേ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ പടിയൊക്കെ കൊടുത്തിട്ട് പോണായിരുന്നു. നമ്മളവിടെ വാപ്പി 45, വൽസാട് 48. അപ്പോൾ ഇതേ കോൺക്രീറ്റ് റോഡ് തീർന്നു. ഇനി നല്ല ടാറിങ് റോഡാണ്. അല്ല, ടാറിങ്ങിലേക്ക് കയറി ഇപ്പം എന്നാ സ്മൂത്തായി വണ്ടി അല്ലേ. ഇന്നത്തെ മാർക്കറ്റ് ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. ഉണക്കമീൻ വേണോ? അതെ എന്നാണല്ലോ ഇവിടെ ഈ പിന്നെ അർമദാക്കിയാ കൂടുതൽ പഴയ. പിന്നെ ഇതിനെ മഹേന്ദ്രയുടെ മാക്സ്. ഇവിടെ എല്ലാവേ ഈ ഹൈവേന്നേ ഉള്ളിലേക്ക് ഒത്തിരി ഗ്രാമപ്രദേശങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒരു ലക്ഷണം കണ്ടിട്ട് ഈ ട്രിപ്പ് വണ്ടികളും അങ്ങനെയുള്ള എല്ലാം അങ്ങനെ ഗ്രാമങ്ങളിലേക്ക് ട്രിപ്പ് വെക്കുന്ന വണ്ടികളായിരിക്കും. ഒന്നും കഴിഞ്ഞിട്ടില്ല. കണ്ടോ വണ്ടി? കണ്ടോ എന്നാ പതുക്കെ കയറി വരുന്നതെന്ന്. നല്ല കയറ്റോ. ഓടിക്കാൻ തോന്നുന്നുണ്ടോ മെയിൻ ഡ്രൈവർക്ക്? രാവിലെ ഞാൻ കുറച്ച് ഓടിച്ചല്ലേ. നീ ഓടിച്ചോട്ടെ. കോഫിയൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തായപ്പോൾ ഞാനോർത്തെ കയറ്റവർക്കൊക്കെ തീർന്നെന്ന് ഓർത്ത്. ഇപ്പോൾ ആ ടൗണ് കണ്ടപ്പോൾ ഒന്നും ആയിട്ടില്ല. നമ്മള് അപ്പൊ അത്രയും ഹൈറ്റിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വരിക. അതാ ചൂടും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വന്നിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് വരിക. എല്ലാരും ആദ്യമായിട്ടാ. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമുണ്ട്. ഈ വഴിയെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇതേ ഈ വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കാം. അതെ അതെ, പുള്ളി എന്തോ ലിവറൊക്കെ എടുത്ത് എന്താ പരിപാടി. പൊടി എന്നാന്ന് വെച്ചാലേ ഇവിടുത്തെ മണ്ണിന്റെ ആന്നേ. നല്ല വേനലും അല്ലേ. ഇത് നല്ല കയറ്റം കേട്ടോ. നമ്മളിപ്പോ ഇത്രയും നേരം വന്ന പോലെ ഉള്ളതല്ല അങ്ങോട്ട്. ഈ ഇറക്കമേ എന്നാ നീളത്തിലല്ലേ, എത്ര ദൂരമാന്ന് നോക്കി. ഇതിലൊക്കെ വന്നേ വണ്ടി ഇടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഡിവൈഡറിലൊക്കെ ഇറക്കമെല്ലാം ഇറങ്ങി ഏകദേശം താഴേക്ക് എത്തുന്നു. കണ്ടോ ഈ കാട്ട് ഇറങ്ങി വന്ന ഏതാ വണ്ടിയുടെ പുറയിൽ ഇടിച്ചാ. ഫ്രണ്ട് മൊത്തം ലെഫ്റ്റ് സൈഡ് ഏതാ വണ്ടിയുടെ പുറയിൽ ഇടിച്ചാന്ന് തോന്നുന്നു. ബ്രേക്ക് പോയി വല്ലതും വന്നായിരിക്കുവേ. ക്യാബിൻ മൊത്തം പോയി. ഈ കാട്ടിലെ അപകടങ്ങൾ തുടർക്കഥയാന്ന് തോന്നുന്നു. ഇവിടെ ക്രെയിനൊക്കെ 2-3 കിടപ്പുണ്ട്. കണ്ടോ ഇതൊരു ട്രെയിലർ, ഇതും അവിടെ ഇടിച്ച് മറിയുണ്ട്. യാത്രാ വണ്ടിയൊക്കെ ഒത്തിരി നാളായി കേട്ടോ. അത് അപകടം പറ്റി അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടേ ഒരുപാട് നാളായത്. ഇതും ഇടിച്ചാ, ഇത് 3 അതെ. അത് പിടിച്ചതാണ്ട്. ഇപ്പൊ അവിടെ കണ്ട ട്രെയിലറിലേ ആ 2 പുതിയ JCB വെച്ച് കയറ്റിയ ട്രെയിലറാ. അതിന്റെ ഫ്രണ്ട് ഇടിച്ച് ഏതാ വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടിട്ട് നിൽക്കാതെ വേറെ വണ്ടിയുടെ പുറകെ പോയി തട്ടുന്ന. അതാ ശ്രദ്ധിക്കാത്തോണ്ടാ. അറിയത്തില്ലാത്തവരും കൊണ്ടാണെങ്കിലേ പ്രത്യേകിച്ച് ട്രെയിലറൊക്കെ അത്രയും ലോഡ് കൊണ്ട് വരും. വളരെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങി വരാൻ. അന്തരീക്ഷം എല്ലാം ഒരു പൊടിമയവാ. മരങ്ങളെല്ലാം നോക്കി ഇലയെല്ലാം പൊടി പിടിച്ചിരിക്കുന്നത്. ഈയിടെ എങ്ങും ഇവിടെ മഴ പെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടും കൂടെ ആണെന്ന് തോന്നുന്നു അല്ലേ. ഈ വീടുകളും ഇതൊക്കെ കണ്ടിട്ട് ഒരു കേരളം പോലെ തന്നെ ആയിരിക്കും.
ഒരു കേരള ടച്ചുണ്ട് വീടുകൾക്കും സ്ഥലങ്ങൾക്കും ഒക്കെ. ഇനിയും കയറ്റവർക്കും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളങ്ങ് താഴ്വരയിലെത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് പാടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു. ഇങ്ങോട്ട് പിന്നെയും പഴയ പോലെ ആയി കേട്ടോ. ഇവിടെ കഴിഞ്ഞ് അങ്ങോട്ടേ വേനൽക്കാലത്ത് നല്ല ചൂടായിരിക്കും. ഈ റോഡിന്റെ രണ്ട് സൈഡിലോട്ട് നോക്കിയേ, മറ്റേ കള്ളിമുൾച്ചെടിയുടെ ഒരു അതിന്റെ വേറൊരു ഭാഗം അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി ഉണ്ട്. ഇവിടെ ഈ സാധനം വേലിക്കായിട്ടാ ഉപയോഗിക്കുന്നത്. വേലി തീർത്ത് വെച്ചേക്കുമല്ലേ. അവിടെ ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നു. ഡയറൊക്കെ പറഞ്ഞു പോയി, ഹൗസിംഗ് ഒക്കെ പറഞ്ഞു പോയി കേട്ടോ. ഓ അതെന്നാ വരെ വന്നിട്ടല്ലേ, ചെറുവണ്ടിയാ. ഒത്തിരി അപകടം കണ്ടല്ലേ. ആ ഇപ്പോൾ എത്ര വണ്ടിയുണ്ട് ഇവിടെ. 3 ഇടിച്ച കണ്ടു, ഒരെണ്ണം കത്തിയ കണ്ടു, പിന്നെ തമിഴ്നാട് വണ്ടി ഒന്ന് മറിഞ്ഞേക്കുന്നത് കണ്ടു, ഇതൊന്ന് കണ്ടു. 5-6 ഇറക്കമല്ല ഇറങ്ങി വന്ന് ഇത് ഇവിടെ 1-2 ഡാബകളുണ്ട്. അതെ താഴ്വരയൊന്നും ആയിട്ടില്ല കേട്ടോ. ഇതുണ്ടോ അവിടെ അല്ല ആണ്ടെ നെല്ല് പേറ്റുമൊക്കെ ചെയ്യുന്നു. ഇതൊരു സ്കൂളാണല്ലോ. സ്കൂളാ എല്ലാം ഗുജറാത്തി എഴുതിയേക്കുന്നത്, അതുകൊണ്ട് പേരൊന്നും വായിക്കാൻ പറ്റിയില്ല. ഉണ്ടോ ഇത് ഈ വീട് കണ്ടോ, ഇതൊക്കെ ഒരു കേരള സ്റ്റൈലല്ലേ. ആ വീടിന്റെ മുറ്റത്ത് തന്നെ ഒരു ചെറിയ അമ്പലമുണ്ട്, കട്ടക്കളുമുണ്ട്. അതെ നമ്മൾ വാപ്പിയൊക്കെ പോകണം, ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. നമുക്ക് നവസാരിയിലേക്കല്ലേ നമ്മൾ ഇറങ്ങുന്നത്, അപ്പം റൈറ്റിലേക്ക്. ഇത് നല്ലൊരു വഴിയാണ്. അപ്പം നമ്മൾ ഇത് ഏത് നദിയാന്ന് നോക്കിയാൽ വെള്ളമൊക്കെ കുറവാണല്ലോ. പാർ റിവർ, പഴയ റോഡ് കണ്ടോ, ഈ താഴോട്ട് നോക്കണം. ഇത് കണ്ടോ പഴയ റോഡ് അങ്ങ് താഴെയുണ്ട്. ഒരു ട്യൂബേൽ ഒരു അതെ ഇതുണ്ടോ പഴയ റോഡായത്. എന്തേരം താഴെയാന്ന് നോക്കി. ഇപ്പം വെള്ളമൊക്കെ മഴക്കാലത്തൊന്നും അതിലേ പോകാൻ പറ്റുമായിരുന്നു തോന്നുന്നില്ല, ചപ്പാത്ത് പോലെ ഇരിക്കുന്നു. പഴയ പാലമാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി വഴി ചെറുതായി അല്ലേ. ടിപ്പറുകളൊക്കെ ഉണ്ടോ, ചെറിയ ടിപ്പറുകളും ഉണ്ട്. അതിനാന്ന് വെച്ചാൽ ഹില്ലേരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചെറിയ ടിപ്പറുകൾ. ഇതേ ഇവിടെ എല്ലാം ചെറിയ ടിപ്പറാണ് കൂടുതൽ. നമ്മൾ വന്ന NH 848 അത് അവിടെ നിന്ന് തിരിഞ്ഞ് വാപ്പി സൈഡിലേക്ക് പോയി. നമ്മളിപ്പോൾ NH 56-ലാണുള്ളത്. ആ വീടൊക്കെ കണ്ടോ. ഗുജറാത്തിലെ കൂടുതലും വന്നേക്കുന്നത് മറ്റേ ബോംബെ വന്നിട്ട് സൂറത്ത് വഴിയാണ് വന്നേക്കുന്നത്. ആ വഴിയെല്ലാം അവിടെ എല്ലാം നിരപ്പല്ലേ, ഒട്ടും കയറ്റമിറക്കം ഇല്ല. അതെ കയറ്റമിറക്കമായിരുന്നു. പിന്നെ ഇത് മഹാരാഷ്ട്രയോട് അടുത്ത് കിടക്കുന്ന ഏരിയയാണ് ഇതുപോലെ. ബാക്കിയുള്ള എല്ലാം ലെവലാന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഓടി കഴിയുമ്പോൾ അറിയാം. അല്ലല്ല ഈ പോകുന്ന ഇനിയിപ്പം ചെന്ന് ഇവിടെ കയറിയല്ലേ, നവസാരി കയറിയല്ലേ. പിന്നെ മറ്റേ ഹൈവേ തന്നെയാണ് നമ്മൾ പോകുന്നത്, സൂറത്ത്, ബറോഡ, അഹമ്മദാബാദ്. പിന്നെ അങ്ങോട്ട് കാണിയല്ല. മുമ്പത്തെ പോലല്ലോ, ഇങ്ങോട്ട് ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ടല്ലോ, മഴയൊക്കെ പെയ്തതാന്ന് തോന്നുന്നു. അതെ അവിടെ എല്ലാം കരിഞ്ഞു ഉണങ്ങി കിടക്കായിരുന്നു അല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് എങ്ങനാ? ഉച്ചക്ക് റൊട്ടിയല്ലേ, റൊട്ടിയും മട്ടൻ. അവിയൽ, പുളിശ്ശേരി, സാമ്പാർ, എനിക്ക് ചിക്കൻ കറി. നമുക്ക് 2 തണ്ണിമത്തനൊക്കെ മേടിച്ചോണ്ട് പോയാലോന്ന്. ഇവിടെ എത്ര സൈസാന്ന് നോക്കിയേ. ഇത് വേറെ കണ്ടെന്ന് കൊണ്ടുവന്ന ഇവിടുത്തെ ഒന്നും അല്ല കേട്ടോ. അല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്, അത് മഹാരാഷ്ട്ര വണ്ടിയാണ്. ഇതുണ്ടോ വലുതല്ലേ, അത് നമ്മുടെ അവിടെ ഒന്നും വരുന്ന സാധനമല്ല. ഞാൻ അവിടെ കണ്ടിട്ടേ ഇല്ല ഇതുവരെ ഇത്രയും വലുത് ഈ സൈസ്. ചൂട് കാരണമേ ആൾക്കാർ ഇവിടുന്ന് തന്നെ മേടിച്ച് ഇവിടെ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്, മേടിച്ചോണ്ട് പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ കാറൊക്കെ നിർത്തി മേടിച്ചോണ്ട് പോകുന്നുണ്ട്. ആ ടൈപ്പ് മേടിക്കാം, നമ്മൾ മേടിച്ചിട്ടില്ലാത്ത. ഇത് നമുക്കറിയാവുന്നതല്ല, നമ്മൾ നേരത്തെ മേടിച്ച ആ ഉരുണ്ടത്, അത് മേടിക്കാം. അതൊരെണ്ണം നോക്കി എടുക്കാം. എന്നാൽ ഇതെടുക്കാം അല്ലേ, വെയിറ്റ് നോക്കാം. 5 കിലോ ഇല്ല, 4.5 കിലോ. 4.5 കിലോ. ആ 4.5 കിലോ 130 രൂപ. കിലോയ്ക്ക് 30 രൂപ. ഇപ്പോഴേ ഏതേലും അടുത്ത് കാണുന്ന ഡാബയിൽ നിർത്തുക, റൊട്ടി മേടിക്കുക. അതെ, റൊട്ടിയെങ്കിൽ റൊട്ടി എന്തെങ്കിലും മേടിച്ച് കഴിച്ചേക്കാം. നിനക്കിനി മിക്സ് ബാജിയോ മറ്റേ ബേഗൻ മസാലയോ ഒക്കെ മതിയോ? അല്ല വെജിറ്റബിൾ വേണമെങ്കിൽ അത് മേടിച്ച് കഴിച്ചാൽ മതി കേട്ടോ. അല്ല മേഡത്തിന് ഇനി ചോറ് വേണമെന്ന്. ചോറ് കിട്ടിയാൽ കൊള്ളാം. നിർബന്ധമൊന്നുമില്ല ചോറ് വേണമെന്ന്. വൈറ്റ് റൈസ് കിട്ടും. വൈറ്റ് റൈസിനോട് വലിയ താല്പര്യമില്ല, കുത്തരി തന്നെ വേണം അല്ലേ. അതെ, ഒരുപാട് കുത്തിരി കഴിക്കുമ്പോഴേ ഭാര്യയിലിടയ്ക്ക് ചെറുതായിട്ട് കുത്തുന്നല്ലേ. അതല്ലേ എനിക്ക് മനസ്സിലായി, അതാ ഉദ്ദേശിച്ചെന്ന്. അതെ ഇവിടുത്തെ ഒരു മന്ദിരം, ഇതൊരു ധാബയാണ്. പക്ഷെ ഇവിടെ ഭയങ്കര ആൾക്കൂട്ടം കാണും. ഇവിടെ എന്തോ പ്രശ്നമാണ് കേട്ടോ. ഇതെന്നാ എന്തോ സമരം എന്തോ ആണല്ലോ.
അതെ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. 2 ദിവസമായിട്ട് ഇങ്ങനെ ഓർക്കുന്നതാണ്. അതായത് ഈ രാജസ്ഥാനിൽ ഇന്ത്യ മൊത്തം സമരം നടക്കുന്നുണ്ട്. ഡ്രൈവർമാർ, ലോറി ഡ്രൈവർമാർ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അല്ല തേന്മാങ്കോപത്തിനകത്തെ ശോഭന ലാലേട്ടനോട് പറഞ്ഞല്ലേ മറന്നു പോകുന്നതിനിപ്പുറം വേഗം പറഞ്ഞു. അതെ. അപ്പോൾ എന്നാന്ന് വെച്ചാലേ ഈ കേന്ദ്ര സർക്കാർ ഏതോ ഒരു നിയമം കൊണ്ടുവന്നു. അതായത് ഇനി ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളെല്ലാം ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൈവർമാർ നാട്ടുകാരുടെ അടി പേടിച്ച് വണ്ടി ഇട്ടിട്ട് അന്നേരം ഇറങ്ങി ഓടും. ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഒരു നിയമം കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആക്സിഡൻ്റ് ആയാൽ ആ വണ്ടിയുടെ ഡ്രൈവർ തന്നെ ഈ അപകടം പറ്റിയവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്ത സാഹചര്യം നമ്മളിരിക്കുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അല്ലാത്ത സാഹചര്യങ്ങളിലാണ്. അപ്പോൾ ആ ഡ്രൈവർ തന്നെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിൽ ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കൊണ്ടുപോയില്ലെങ്കിൽ കേസാകുമ്പം 7 ലക്ഷം രൂപ, അല്ല 10 വർഷം തടവും 7 ലക്ഷം രൂപ പിഴയാണ്. അപ്പം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന അങ്ങനെയാണെന്നാ ഞാൻ അറിഞ്ഞു കേട്ടോ. ഞാൻ ഈ കാര്യം 2-3 ദിവസം മുന്നേ ചേട്ടനോട് ചോദിച്ചേ. ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അത് പറയാൻ നമ്മൾ വിട്ടുപോയി. അല്ല, പിന്നെ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ലായിരുന്നു. അതാ പുള്ളിയോട് ആരോട് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചതാ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ചയായിട്ട് ഈ തമിഴ്നാടും വേറെ തമിഴ്നാട്ടിൽ നിന്നും ഉള്ളവരില്ല, ഈ നോർത്തിലേക്കുള്ള ഡ്രൈവർമാരുള്ള എല്ലാവരും വീട്ടിൽ പോവുകയൊക്കെ ചെയ്തു, വണ്ടി ഇട്ടിട്ട് ഓടിക്കാതെ. അപ്പോൾ അതിൻ്റെ ഒരു സമരം നടക്കുക. അപ്പം ഇതിപ്പോഴേ ഇത് എന്താണെന്നുള്ളതിൻ്റെ കാര്യം അറിയത്തില്ല. അപ്പോൾ അത് ഞാനിപ്പോൾ നമ്മളാ വേറൊരാൾ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ അതിന് നിയമം അത്ര ഒരു ഇതല്ലാതെ വേറെ എന്തോ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്, സർക്കാർ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ അതിന് തീരുമാനം ആവാത്തതുകൊണ്ട് സമരമാണെങ്കിലും വണ്ടികൾ ഓടുന്നുണ്ട്. അതുകൊണ്ടുകൂടാന്ന് തോന്നുന്നു നമ്മൾ ആ ചെക്ക് പോസ്റ്റിലൊക്കെ വന്നപ്പോൾ വണ്ടികൾ വളരെ കുറവല്ലായിരുന്നു. ഇപ്പം അവിടെ കണ്ടതും അതിൻ്റെ ഭാഗമാണോ എന്ന് അറിയത്തില്ല കേട്ടോ. അതെ, ഇപ്പം ഡ്രൈവർ ഇപ്പം ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി. അപ്പോൾ ഡ്രൈവർ ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പിടിക്കുമ്പം നാട്ടുകാർ വന്ന് എന്നാ അതല്ല നോക്കുന്നത്, ഡ്രൈവർക്കിട്ട് വെച്ച് താങ്ങുകയുള്ളൂ, ഒന്നും നോക്കില്ല. വഴിയെ പോകുന്ന ചുമ്മാ പോകുന്നവൻ വരെ വന്ന് ഡ്രൈവർക്കിട്ട് അടി കൊടുക്കും. അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഡ്രൈവർമാർ ചിലപ്പോൾ ഇറങ്ങി ഓടുന്നത്. അതുകൊണ്ടാ എല്ലാവർക്കും അവരവരുടെ ദേഹത്ത് കൈകൊണ്ട് നോവില്ല. പല നാട്ടിലും ഇടി മേടിക്കാൻ നോക്കുന്നതാണോ ഇവര് നാട്ടുകാർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ജീവൻ തന്നെ ചിലപ്പോൾ പോയെന്നിരിക്കും. അതുപോലെ നമ്മുടെ ജീവൻ ആദ്യം രക്ഷിക്കാൻ നോക്കും. അതെ, അതുപോലത്തെ അവസ്ഥയാണ്. അപ്പം അതാണ് പ്രശ്നം. നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചെന്ന് പറഞ്ഞാലും എതിരെ വരുന്ന അയാളുടെ മിസ്റ്റേക്ക് കൊണ്ട് ഒരു ലോക്കൽ വണ്ടിയാ ചെറുതായിട്ടൊന്ന് മുട്ടിയാൽ മതി. ഇപ്പൊ ഞാൻ എപ്പോഴും വലിയ വണ്ടിക്കാരൻ ഇപ്പൊ നമ്മുടെ സൈഡിൽ കിടക്കുക, നമ്മുടെ കീഴിലേക്ക് വന്ന് ഇപ്പൊ ഒരു ബൈക്കാരൻ കയറിയെന്ന് വെച്ചു, കുറ്റം നമ്മുടെ മാത്രമായിരിക്കും. ചിലപ്പോ നമ്മുടെ ആയിരിക്കും. ചിലപ്പോ അവൻ മദ്യപിച്ചായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അവൻ എന്നാലും വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാതെ വന്ന് കയറിയായിരിക്കും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം വലിയ വണ്ടിക്കാരനാണ് ഉത്തരവാദി. അങ്ങനെ പോലീസും കേസൊക്കെ എഴുതത്തുള്ളൂ. പോലീസുകാരാണേലും പറയും അവർക്ക് ക്ലെയിം കിട്ടട്ടെ, അപ്പോൾ അത് അല്ലെങ്കിൽ ക്ലെയിം കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് വലിയ വണ്ടിക്കാരനെ പ്രതിയാക്കി കേസെടുക്കും. അപ്പോൾ ഈ നമ്മളാ ഷോളാപ്പൂർ വഴി വന്നില്ലേ, അപ്പോൾ അവിടെ ഒരു ഹൈവേ 2 മണിക്കൂർ ഉപരോധിച്ചായിരുന്നു ഡ്രൈവർമാർ. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞാണ് വന്നത്. അതെ. അപ്പോൾ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴും വഴിയിലൊക്കെ ചിലപ്പം ഇത് പ്രതീക്ഷിക്കാം കേട്ടോ. ആ, അല്ലെങ്കിൽ വണ്ടി തടയോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് നോക്കി പോവാ. നമുക്ക് സിംഗിൾ മേടിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ നിന്നൊക്കെ കിട്ടിയ ഇരിപ്പതാ. അതെ, എവിടെയും കൊണ്ട് കൊടുക്കാൻ പോലും പറ്റില്ല, കൈ വെച്ചേക്കാനേ വരുള്ളൂ. ബോർഡൊക്കെ വായിക്കാൻ പാടാ കേട്ടോ. അത് ടൗണിലേക്കാ, ഏത് ടൗണാന്ന് അറിയത്തില്ല നമുക്കില്ല. ഈ മുന്നേ അല്ല, ആ അണ്ണൻ പറഞ്ഞായിരുന്നു. എന്നാ പറഞ്ഞേ? റൈറ്റ് സൈഡിൽ ഒരു പമ്പ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അവിടുന്ന് റൈറ്റിലേക്ക് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ ഇത് പറയണ്ടേ അവിടെ വരുമ്പോ നോക്കിട്ട്? അതാ ഞാൻ അന്നേരം നോക്കിയത്. ഇതല്ലേ തമിഴ്നാട് വണ്ടി? ഇത് അവരാ കേട്ടോ, ലേഡി ഡ്രൈവറാ. നോക്കി വന്നപ്പോഴത്തേനും വണ്ടി പാസ്സായി പോയി. എനിക്കറിയാം, നിങ്ങൾ ഇങ്ങോട്ടല്ലേ തിരിച്ചത്, അതുകൊണ്ട് ഞാൻ പിള്ളേരുന്ന പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സ്ഥലപ്പേര് എന്നാണെങ്കിലും ഗുജറാത്ത് ഞാൻ വായിക്കും, ധരംപൂർ. പറഞ്ഞ അതെ, ധരംപൂറാ ഇത്. ശ്യാംലാജി 448 ധരംപൂർ. ബാക്കി ഒന്നും വായിക്കാൻ പറ്റില്ല.
ഇത് നമ്മൾ ആ രാജസ്ഥാനിലെ കുറച്ച് വനത്തിൽ കൂടെ പോയില്ലേ, അതിന്റെ പേര് എന്നായിരുന്നു, ഒരു ടൈഗർ റിസർവിൽ കൂടെ, ടൈഗർ റിസർവിൽ കൂടെ ആ റോഡ് പോലെ അല്ലേ, അതെ. അതിനോട് ചെറിയൊരു സാമ്യം. ടൈഗർ റിസർവ് പെരിയാറായിരുന്നു? പെരിയാറില്ല, അത് നമ്മ ഊര്. ഇതിന്റെ ഏത് ഊര്? ആ ടൈഗർ റിസർവ് നമ്മൾ കേട്ടിട്ടുള്ളേ. അതാണല്ലോ എപ്പോഴും ഓർത്തിരിക്കുന്നു. ശ്രീമദ് രാജേന്ദ്ര ഹോസ്പിറ്റൽ, രാജ്ചന്ദ്ര കേട്ടോ, ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. നമുക്കൊരു വേക്കൻസി കാണൂ. അതെ, നോക്കിയല്ലോ, വലിയ ഹോസ്പിറ്റലാട്ടോ. അതെ, അങ്ങ് പുറകിലോട്ട് ഏരിയ കേട്ടോ, വലിയ ഹോസ്പിറ്റലാട്ടോ. എന്ത് ടൂ വീലർ ആയിരിക്കുന്ന നോക്കിയ, ടൂ വീലർ എന്തോ പരിപാടി അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഉള്ളിലേക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് ആൾക്കാരെല്ലാം ഉള്ളിലേക്ക് നടന്നു പോയിട്ട്. ആയെന്നാ? അയ്യോ, ഒരു ക്ഷേത്രം തോന്നല്ലേ, മന്ദിറാണ്. അത് കഴിഞ്ഞ് മറ്റേ ഗുരുദ്വാരയാണോ, പുതിയ തന്നെയാണല്ലോ. അപ്പോഴേ ഏതേലും ഡാബേ നിർത്തിക്കോ, വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കട പോലും കാണുന്നില്ല. കട കാണത്തില്ലതാ, 1 മണിയായപ്പോൾ തുടങ്ങി നമ്മൾ. ഇനിയിപ്പോൾ കട കാണത്തുമില്ല. അപ്പോൾ ഇനി എന്നാണെങ്കിലും ഏറ്റവും ആദ്യം കാണുന്ന ഡാബേ നിർത്തിയേക്കാം. നല്ല നല്ല രസമുള്ള വഴിയല്ലേ, വണ്ടി ഓടിയെത്താനൊക്കെ ഇച്ചിരി താമസിക്കും, ഡീസൽ കൂടുതലാവും. എന്നാലും പച്ച വെള്ളം കേട്ടോ, പച്ച കളറല്ലേ. അതെ, അതുകൊണ്ടാണ് ഇതിനെ പച്ചവെള്ളം പച്ചവെള്ളം എന്ന് പറയുന്നത്. ഇപ്പോഴേ മറ്റേ അണ്ണന്മാർ പറഞ്ഞ നവസാരിൽ ഇറങ്ങുന്നത്, പക്ഷേ നമ്മുടെ ലേഡി ഡ്രൈവറുള്ള വണ്ടി ആണ് ഇപ്പം നമ്മുടെ മുന്നേ വന്നത്. അവർ പറഞ്ഞ് ഇതിലേ അങ്ങ് പോയാൽ മതി, വഴി നല്ലതാണ്. നവസാരിക്ക് കുറച്ച് പുറയിൽ വന്ന് ചെന്ന് കയറും, എന്നിട്ട് നേരെ മറ്റേ ഹൈവേ കിട്ടും. ഏതാ, മുംബൈ, സൂറത്ത്, ബറോഡ, അഹമ്മദാബാദ് ആ ഹൈവേയിലേക്ക് കയറും. ഇപ്പോഴേ മുംബൈ അപ്പുറേ 1-2 ഡാബയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഡാബ നോക്കി നോക്കി അങ്ങ് ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴേ നമ്മുടെ ലേഡി ഡ്രൈവറോട് ചോദിച്ചാൽ മതിയായിരുന്നു, ഇവിടെ എങ്ങാനും കട മുന്നോട്ടുണ്ടോ എന്ന് ചോദിക്കായിരുന്നു, അത് മറന്നും പോയി. അവരവിടെ ഫുഡ് വയ്ക്കാൻ വേണ്ടി നിർത്തിയതാ ഓട്ടത്തിൽ. എവിടെ? ആ, തവാറോട്ടിയാണ് 2.5 മണോ 3 മണോ 4 മണോ? തവാറോട്ടിയാണെ 3. തന്തൂരിയാണ് 2. ശ്രീ സായി ധാബ, പഞ്ചാബി, ഗുജറാത്തി, സൗത്ത് ഇന്ത്യൻ, പാവ് ഭാജി, ചൈനീസ്. അപ്പം സാധനം കിട്ടി. ഇനിയിപ്പം ഇവിടെ നല്ല തണലുണ്ട്, പക്ഷെ വീതിയില്ല, വണ്ടി നിർത്താൻ പറ്റിയല്ല. ഇനി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടായി. അതാ ഈ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞ. എനിക്ക് കറിയും റൊട്ടിയും ഉണ്ട്, ഞാൻ വേണം അങ്ങനെ സ്ഥലത്തോട്ട് കഴിച്ചോളാം. മെയിൻ ഡ്രൈവർ അങ്ങ് നേരെ തെളിക്കുവാണെങ്കിൽ അത് വേണ്ട, വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അധികം ഓടാതെ തന്നെ കുറച്ച് തണലുള്ള സ്ഥലം കണ്ടു. പിന്നെ ഇത് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. നമുക്ക് ഈ കടത്തിണ്ണ ഇരിക്കാം കേട്ടോ. ഒരാളെ റൊട്ടിയും കൊണ്ട് പോയി കഴിഞ്ഞു. ഇതന്നെ മിക്സ് ഭാജിയോ? അതായത് ഇവിടെ ചായക്ക് ഇത് കൊടുക്കണ്ടായിരുന്നല്ലോ മട്ടന്, അവൻ വെജ് വേണമെന്നല്ലേ പറഞ്ഞ ഈ ട്രിപ്പ്. എടുത്തു പോയി, ഇനിയിപ്പം സാരമില്ല. ഡ്യൂട്ടി ചേഞ്ച് ആയോ? ഡ്യൂട്ടി ചേഞ്ച് ആയി, ഇനി വൈകിട്ട് കൂടെ ഒന്നും കഴിക്കണ്ടെന്ന് തോന്നുന്നു, അത്ര കട്ടിക്കാണ്. റൊട്ടി കഴിച്ചാൽ അതാ പ്രശ്നം. പൊറോട്ട പോലും അത്രയും വിഷയമില്ല ഞാൻ നോക്കിയിട്ട്. അത് ചിലതിന് ഭയങ്കര കട്ടി, ഇപ്പം മേടിച്ചതിന് കട്ടിയുണ്ട് നല്ല. മട്ടൻ കറിക്കേ ഇന്നോടായപ്പോൾ നല്ല ടേസ്റ്റ് ആയി കേട്ടോ. ആണോ? പക്ഷെ എനിക്ക് മട്ടൻ കറിയും ചിക്കൻ കറിയും ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. ഇല്ലേ? അതിലൊക്കെ ഇഷ്ടം ഇച്ചിരി ചോറും ഇച്ചിരി തോരനോ അച്ചാറോ ചമ്മന്തിയോ ഒക്കെ ആണെങ്കിലും മതി. അല്ല, അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, മട്ടനൊന്നും കൂട്ടണ്ട. ആരെങ്കിലും നിർബന്ധിച്ചോ? ചാറ് തൊട്ട് നക്കിയാ മതി. അല്ല, എനിക്ക് ചാറും ഇഷ്ടമില്ല. സ്ഥിരമായിട്ട് വല്ലപ്പോഴും ഒക്കെ കഴിക്കാൻ കുഴപ്പമില്ല. ഇന്നലെ ഇന്നും ഒക്കെ അടുപ്പിച്ച് കഴിയില്ലേ. ഈ മട്ടൺ എത്ര നാൾ കൂടിയാ ഇപ്പം വണ്ടിയാ മേടിക്കുന്നത്? അതൊക്കെ ശരിയാ. അതെ, ഇത് കൊള്ളാം. വാഗമരം തോന്നില്ല എല്ലാം. തമിഴ്നാട്ടിലാണ് പുളിമരം, ഇവിടെ ആയപ്പോ വാഗയായിരുന്നു. ചെറിയ വ്യത്യാസം. മേഡം ഇപ്പം പറഞ്ഞതിലേ ചെറിയൊരു അതിശോക്തി ഉണ്ടല്ലോ. അല്ല, എനിക്ക് മീൻ ഇഷ്ടമാണ്, ഇറച്ചിയോട് വലിയ താല്പര്യം തോന്നി, വല്ലപ്പോഴും ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. എന്നിട്ടേ ആരാ ഇപ്പം മട്ടൻ മേടിക്കാൻ നിർബന്ധിച്ചേ, പ്രോത്സാഹിപ്പിച്ചതാരാ? ഞാനില്ല. അല്ല, മട്ടൻ ഞാൻ മേടിച്ച ഞാനാ പറഞ്ഞേ, പക്ഷെ മട്ടൻ വേണ്ടവർക്ക് അത്ര ഇഷ്ടമില്ല. ബീഫും പൊറോട്ടയും ഇഷ്ടമാണ്. ബീഫും പഴംപൊരിയും ഇഷ്ടമില്ല? പഴംപൊരിയും ബീഫും ഇഷ്ടമില്ല, പഴംപൊരിയും ചായ. ബീഫും പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണമല്ലേ. താനാ നദീന്നാ. താനാ നദീന്നാ, അതെ ഞാനും വായിച്ചു, താനാ നദീന്നാണ്. ഇതിപ്പോഴേ തല്ല് വെച്ച് തന്നല്ലോ, താനാ നദീന്നാണ് പറഞ്ഞത്. അല്ലെന്ന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, ഒബ്ജക്ഷൻ ഇല്ലല്ലോ അതിനകത്ത്. ഇതല്ല, ഇത് ചെക്കിട കേട്ടോ, ചെറിയ ചെക്കിട. അങ്ങനെയാണ് പിന്നെ ഇതൊന്നും വായിച്ചേ, വടാപ്പാവാണോ? പടാപ്പടാന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ കടുകട്ടി വാക്കുകളൊക്കെ കാണിച്ചാൽ പെട്ടുപോകുള്ളൂ. ടമാർന്ന് ചില വാക്കുകൾ നമുക്കും വായിക്കാൻ പറ്റും. ഇവിടെ ഞാൻ കണ്ടതിലേ
എല്ലാ വീടിന്റെ ഫ്രണ്ടിൽ അവരവരുടെ വീടിന് ആവശ്യമുള്ള 3-4 തോരപ്പരിപ്പ് അല്ലേ മരമുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിലുണ്ടായിരുന്ന ഒരു 10 വർഷം മുന്നത്തെ പോലെ നമ്മുടെ ഇതിലൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഈ തോരപ്പരിപ്പ് എന്ന് പറയുന്ന ഐറ്റം. ഗുജറാത്ത് പോലീസ് നേരെ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു രസ്ത അവിടെ കണ്ടു, അത് മനസ്സിലായി. പക്ഷേ സ്ഥലപ്പേര് മനസ്സിലായില്ല. ഓ ഇതെവിടെ ഒരു ബേ ബ്രിഡ്ജ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേരളവും തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും കഴിഞ്ഞപ്പം ഗുജറാത്തിലാണ്. അതെ, മാവിൻതോപ്പ്. ഇവിടെ ഒന്നും മാവ് പൂത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഇന്നലെയൊക്കെ ഇഷ്ടം പോലെ മാവ് പൂത്തുണ്ടല്ലേ. കരിമ്പുണ്ട് കേട്ടോ, കരിമ്പും മാവുക. അതെ, നമ്മുടെ തണ്ണിമത്തൻ കട്ട് ചെയ്താലോ? എങ്ങനെ തണ്ണിമത്തൻ കട്ട് ചെയ്യും? മേട ഓടിച്ചോണ്ടിരിക്കുമല്ലേ. അതിന് ഞാൻ കട്ട് ചെയ്താൽ മാത്രമേ അത് മുറിയോളം തോന്നൂ. ആഹാ, ഒരു കത്തി എടുത്തങ്ങോട്ട് കട്ട് ചെയ്താൽ മതി, മുറിഞ്ഞോളും. നമ്മള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഷേപ്പ് ഉണ്ടാകത്തില്ല. ഉള്ള ഷേപ്പ് മതി. യാതൊന്നുമില്ല, ഉള്ള ഷേപ്പ് മതി, ഞങ്ങള് കഴിച്ചോളാം. വളയിട്ട കൈ കൊണ്ട് കട്ട് ചെയ്താലേ അതിന് കൈപ്പുണ്യം ഉണ്ടാവുള്ളൂ. പിന്നെ കടയിൽ ചെല്ലുമ്പോൾ ജ്യൂസ് കുടിക്കുന്നെല്ലാം വളയിട്ട കൈകൾ വരുന്ന ജ്യൂസല്ലേ കുടിക്കുന്നത്. കടയിൽ ചെല്ലുമ്പോൾ നിവൃത്തികേടും ഉണ്ടല്ലേ. വേറൊരു കാര്യമുണ്ട്, വള ഇട്ടിട്ടില്ലല്ലോ. അതെ, വള ഇട്ടിട്ടില്ല. ഇതുണ്ടോ ചൂട് കാരണം ആ ഷീറ്റേലെല്ലാം കച്ചിട്ടേക്കുന്നുണ്ടോ, ഓലയൊക്കെ വെട്ടിയിട്ടേക്കുന്നു. നേരെ പോട്ടെ, ലോറി വരുന്ന വഴി നോക്കി പൊക്കോളാം കേട്ടോ. അണ്ണൻ പറഞ്ഞ വഴി അവിടുന്ന് ലെഫ്റ്റിലേക്കായിരുന്നു ചിക്കിലി ചെല്ലുന്ന വഴിയുള്ള. നമ്മളിത് നമസാരി തന്നെ പോവാം. ഇതുണ്ടോ, അതെ, കരിമ്പ് ഫാക്ടറി അല്ലേ, ശർക്കര ഉണ്ടാക്കുന്ന കണ്ടോ. ഒരുപാട് ഏരിയ, ഇത് ഒത്തിരി പേരാണ് കേട്ടോ, ഒരാ കമ്പനി ആയിട്ടല്ല. ആണ്ട് ഇംഗ്ലീഷിൽ ഒരു ബോർഡ് കാണുന്നു, രൺഗുവ. ആദ്യമായിട്ട് ഗുജറാത്തിൽ കയറിയിട്ട് ഒരു ഇംഗ്ലീഷ് ബോർഡ് കണ്ടു അല്ലേ. പേരും അല്ല, ഇതൊരു കാവേരി റിവറാ കേട്ടോ. വെള്ളമൊക്കെ വളരെ കുറവാട്ടോ. വെള്ളക്ഷാമമുള്ള ഏരിയ ആണെന്ന്. ട്രാക്ടറിൽ വെള്ളമൊക്കെ നിറയ്ക്കുന്നുണ്ട്. ഈ വീടുകളൊക്കെ കണ്ടോ നമ്മുടെ അവിടുത്തെ പോലെ. റോഡിൽ നിന്ന് ശാല ഉള്ളിലേക്ക് വലിച്ച് നല്ല രീതിയിൽ മതിലേക്ക് കെട്ടിയേ കണ്ടോ. സ്കൂട്ടറിൽ പട്ടി യാത്ര ചെയ്യുന്നത്. ഇവിടെയൊക്കെ പിന്നെ നിരപ്പ് വഴി പോവാ, നല്ല വഴിയാണ്, വലിയ കുഴപ്പമില്ല അല്ലേ. അതെ, ഈ തമിഴ്നാട് വണ്ടികളെല്ലാം ഇതിലെ വരുന്നത് എന്താണെന്നറിയോ, ടോളില്ല ഇങ്ങനെയുള്ള വഴിയിലേ. ഇതുണ്ടോ, ഇങ്ങോട്ട് നോക്കി, ഇതൊരു സംഭവം കണ്ടോ. നമ്മളൊക്കെ സാധാരണ മംഗലം ഇങ്ങനെ നേരെ വെച്ചാൽ അധികത്തേക്ക് ഇതേ കമത്തി വെച്ചേക്കുന്നത് എന്നാന്ന് നോക്കി. അതിനകത്തേ അതിൻ്റെ പച്ചക്കറി എല്ലാം കൂടെ ഇട്ടേക്കുന്നത്. പൊട്ടറ്റോയും കത്രിക്കായും അങ്ങനെയുള്ള പച്ചക്കറി എല്ലാം കൂടെ ഇട്ടിട്ട് എന്താ ഇലയൊക്കെ ഉണ്ട്, അതിട്ടിട്ട് ഇങ്ങനെ ഇപ്പം കമത്തി വെച്ചേക്കാം. ഞാൻ അതിൻ്റെ ചുറ്റും തീയിടും. ഇങ്ങനെയല്ലേ? തീ ഇട്ടിട്ട് ഇത് കഴിക്കുന്ന സാധനമാണ്. രാവിലെ കാപ്പിക്കൊക്കെ കഴിക്കുന്ന പറഞ്ഞു. ഇത് അതിൻ്റെ പടം ഇതാണോ? ഇതെന്നാന്ന് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കണ്ടതുകൊണ്ട് പുള്ളിയോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. കുറച്ച് ചിക്കു മേടിച്ചാലോ? മേടിക്കാം, ചോദിച്ചോ. 1 किलो कितना है? 80 रुपया। 80 1 किलो വരെ. 1 കിലോ 1 കിലോ ദേ ദോ. ഇപ്പോൾ കഴിക്കാനാണെങ്കിൽ ഇതെടുത്താൽ മതി. അതാ ഇച്ചിരി പഴുത്ത, അത് മേടിച്ചു. നമുക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് കഴിക്കാം. കിലോയ്ക്ക് 50 രൂപ. 1 കിലോ പോരെ? 2.5 കിലോയ്ക്ക് 100 രൂപ. അപ്പോൾ ഒരു 100 രൂപയ്ക്ക് മേടിച്ചാൽ 100 രൂപയ്ക്ക് മേടിച്ചേക്കാം, എടുത്തോ. 2.5 കിലോ. അതെ, അവിടെ തൊട്ട് എടുക്കും കേട്ടോ. അതേ കണ്ടോ, നല്ല ഡിസൈനുള്ള മൺകലങ്ങളൊക്കെയാണ്. ടാപ്പുള്ളതും ഉണ്ട്, ഇല്ലാത്തതുണ്ട്. മൺകുടവും ഉണ്ട്. തണ്ണിമത്തനെ മുറിക്കാൻ കഴിയില്ല, അതുകൊണ്ട് കയറി ഡ്രൈവിംഗ് സീറ്റിൽ കയറി ചാടിക്കയറി ഇരുന്നുണ്ടോ. ഞാനോർത്ത് തണ്ണിമത്തം മുറിച്ച് വെച്ചേക്കായിരിക്കുന്നു. ഇപ്പോൾ കഴിക്കാന്നോർത്ത് വന്നോ, നിർത്തിയത് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നോ? ഭയങ്കര മടുപ്പാ അല്ലേ. അതിലും വേദന ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഓടിക്കുന്ന. കണക്കൊക്കെ എഴുതുന്നുണ്ടോ മേഡം? കണക്കൊക്കെ എഴുതുന്നുണ്ട്. ഇന്ന് ഫ്രൂട്ട്സ് മേടിച്ച് 330 രൂപ. അങ്ങനെ 330 രൂപ. 130 ഇത് 2 200 രൂപ. രാവിലെ അതോടെ കൂട്ടിയാ 330. 210 രൂപ ഉച്ചയ്ക്ക് ഫുഡ് മേടിച്ചത്. അല്ല എഴുതി വെച്ചോ. പാല് മേടിച്ചത് 30 രൂപ. അതൊക്കെ എഴുതി വെച്ചോ. ഭയങ്കര ഇതാണല്ലോ നാര് പോലെ. അതൊന്നും കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് ആര് പറഞ്ഞേ? ഡ്രൈവർ ബോർഡ് വായിച്ചോണം കേട്ടോ. ബോർഡൊക്കെ വായിച്ചു കേട്ടോ. നേരെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരെണ്ണേ വായിക്കാൻ പറ്റുമല്ലോ. പിന്നെ 5-6 എഴുതി വെച്ചേക്കുന്നതിൽ ഒരെണ്ണമെങ്കിലും ഞാൻ വായിച്ചില്ലേ, അതല്ലേ.
കരിമ്പ് വണ്ടികൾ, മഹാരാഷ്ട്രയിലെ കരിമ്പ് വണ്ടികളെല്ലാം നമ്മൾ കണ്ടു. ഇതിപ്പം ഗുജറാത്തിലെ കരിമ്പ് വണ്ടിയാണ്. ഇവിടെ ഇഷ്ടം പോലെ കട്ടക്കളുണ്ട് അല്ലേ? ആ, ഇപ്പോൾ നമ്മളെ ഇങ്ങനെ വന്ന് നമ്മൾ മറ്റേ ഹൈവേയിലെത്തി കേട്ടോ. മുകളിൽ കൂടെ പോകുന്ന ഹൈവേ ഉണ്ടോ? അത് മുംബൈ, സൂററ്റ്, ബറോഡ, അഹമ്മദാബാദൊക്കെ പോകുന്ന ആ ഹൈവേ ആണ്. അപ്പം നമ്മൾ വന്ന് NH-48 കയറി. അപ്പം പുറകോട്ട് പോയാൽ അവിടെ ബോംബെ, മുന്നോട്ട് പോയാൽ സൂറത്ത്, ബറോഡ, അഹമ്മദാബാദൊക്കെ പോകാം. കണ്ടോ, ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്, ധാബ, വണ്ടി ഇഷ്ടംപോലെ പാർക്കിങ്ങും, നല്ല ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. ഹോട്ടലും അവിടെ റൂമൊക്കെ കിട്ടും. ഇന്നേ രാവിലെ തൊട്ട് ഇതുവരെ ടോളില്ലായിരുന്നു. ഇതേണ്ടേ നമ്മുടെ ഹൈവേ കയറി ടോൾ പ്ലാസ 1 കിലോമീറ്റർ. ഇത് പഴയ പാലമാണ്. അംബിക റിവർ ആയിരുന്നത്. അപ്പം ഇവിടെ 360 രൂപയാണ് ടോള്. 540 രൂപ. അതാ അപ്പറേ 360 കണ്ടത്. അത് ചെറുവണ്ടിക്കായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കാൻ എവിടെ നോക്കിയാ വായിച്ചെന്ന്. ഞാനും ഓർത്തേ ഈ 340 രൂപയൊക്കെ വരുമോ? എല്ലാം 450, 500, 600, 700, 1000 അങ്ങനെ പോവല്ലേ. ഇതുണ്ടോ, ഇതൊരു ധാബയാ, ഹോട്ടലാ. വെജാ. ഇനിയിപ്പോൾ വലിയ വെജേ ഉള്ളൂ. ലോറി പാർക്കിംഗ് സൗകര്യം എന്തേലും ഉണ്ടെന്ന്. റോഡ് കിടക്കുന്നുണ്ടോ എങ്ങനെയാണെന്നാണ്. ഇതെന്നാന്നറിയോ, വണ്ടി ഓടി ഓടി നോക്കിയേ അല്ലേ, അതുപോലെ വണ്ടി ഓടുന്ന വഴിയാ ഈ വഴി കണ്ടാലേ. അതെ, മിനുസാന്ന് നോക്കിയേ, അതുപോലെ വണ്ടികൾ. അതെ അതെ, അതുപോലെ വണ്ടികൾ ഓടുന്നുണ്ട്. അതാണ് കൊട്ടാരം പോലുണ്ടല്ലോ, ഉദയ് പാലസ്. വലിയ ബിൽഡിംഗ് അല്ലേ? ഹോട്ടലാണോ? ഉദയ് പാലസ് എഴുതിയിരിക്കുന്നത്. അതേന്ന് തോന്നുന്നു. സൂററ്റ് 46 കിലോമീറ്റർ ഉണ്ടോ? അതെല്ലാം കരിമ്പ് പൂത്ത് നിൽക്കുന്നതാ. അന്തരീക്ഷം ഒരു മങ്ങി നിൽക്കുക. പുകയാണോ പൊടിയാണോ മഞ്ഞാണോ എന്നാന്നറിയത്തില്ല. ഇത് വലിയൊരു ഹോസ്പിറ്റലാണ്. അഹമ്മദാബാദ് 286. നവസാരി ടൗണാണ് ലെഫ്റ്റിലേക്ക്. ഇതൊരു വലിയ ഫ്ലൈ ഓവറാണ്. നവസാരി ടൗണിലേക്കുള്ള വഴിയാണ് താഴെ കാണുന്നത്. നവസാരി വലിയ ടൗൺ അല്ലേ? വലിയ ടൗൺ. അതുകൊണ്ട് അതും വലിയൊരു മന്ദിർ കേട്ടോ, ശ്രീ സ്വാമിനാരായൺ മന്ദിർ. അത്യാവശ്യം ഗുജറാത്തി വായിക്കാം കേട്ടോ. ഹിന്ദിയായിട്ട് ചെറിയ സമയമുണ്ട്. ചില വാക്കുകളെ വായിക്കാൻ പറ്റുള്ളന്നേ ഉള്ളൂ. പൂർണ്ണ റിവറ. വെള്ളമൊന്നും ഒഴുക്കൊന്നുമില്ല, കെട്ടിക്കിടക്കുന്ന പോലെ തോന്നുന്നു അല്ലേ? നദിയുടെ തീരത്തോടെ നോക്കി എന്ത് കരിമ്പ് കൃഷിയാണ്. എന്ത് പശുക്കളാന്ന് നോക്കി. അവിടെ മൊത്തം അതെ തൊഴുത്താ കേട്ടോ. റെയിൽവേ ലൈനാണോ എന്താണെന്ന് അറിയില്ല. ഹൈവേ ഇത് ഒരു ലൈനേ ഉള്ളൂ. അപ്പോൾ പിന്നെ റെയിൽവേ ലൈൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് മിക്കവാറുമേ ഹൈ സ്പീഡ് ട്രെയിൻ വരുന്നില്ലേ, അതിൻ്റെ ലൈനാ അത്. മെട്രോ അല്ലെന്നേ, ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനൊക്കെ ഇല്ലേ, അതുപോലെ ചിലപ്പോൾ അഹമ്മദാബാദ്, മുംബൈ വല്ലതും ആയിരിക്കും. എന്താണേലുവേ വഴിയിൽ RTO പോലീസും ഒന്നും വലിയ ശല്യമൊന്നുമില്ല, കാണാൻ പോലും ഇല്ല ആൾക്കാരെ. ഇതുകൊണ്ട് ഈ വഴിയെ അവിടെ പണിയുന്നതുകൊണ്ട് ഈ തിരിച്ചു വിട്ടിട്ടില്ലേ. ഇത് നമ്മൾ തിരക്കുള്ള സമയത്താണേലുണ്ടല്ലോ, ഇപ്പം പുറകെ കുറേ സമയം ഒരു ബ്ലോക്ക് കിട്ടിയാൽ. വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നത് ഇവിടെ തിരക്കില്ലാത്ത. നമ്മുടെ ജലജാജി നടുവ് നോർക്കാൻ കിടന്നു കേട്ടോ. ഇതല്ലേ ഇങ്ങനെ ഈ ഇരിപ്പ് പാടാ, ഒന്നെങ്കിൽ കിടക്കണം അല്ലെങ്കിൽ അവിടെ ഇരിക്കണം. ഇങ്ങോട്ട് ഇങ്ങോട്ട് മറിക്കോ, ഞാൻ അവിടെ ഇരുന്നോളാം.